ഇതാ വരണോ. മോളെ, അമ്മ സൊസൈറ്റി പോയി പാൽ കൊടുത്തിട്ട് വരാം. ഇത്തിരി ചായ വെച്ച് വെക്കി, അമ്മ ഇപ്പൊ വരാം. പാലടിച്ച് ഉള്ളിൽ കയറി ഇരിക്കി കേട്ടാ. ആ ഡി സിത്തു, എന്താ വിളിച്ചിട്ട് കോൾ എടുക്കാഞ്ഞ? ഒന്നുമില്ല. അപ്പോൾ അഡ്മിഷൻ ഡേറ്റ് എന്നല്ലേ? കോളേജിൽ പോണ്ടേ? ഞാനില്ല, നീ പൊക്കോ. ഇൻ്റർവ്യൂ കാർഡിൽ ഡേറ്റ് എന്നല്ലേ? ഇന്നും പോയില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലോ? ആവോ, എനിക്കൊന്നും അറിയില്ല. നീ ആഗ്രഹിച്ച സബ്ജക്റ്റ് തന്നെ കിട്ടിയതല്ലേ? ഡിഗ്രി നിൻ്റെ ഒരു ഡ്രീം ആയിരുന്നില്ലേ? കിട്ടിയ ചാൻസ് മിസ് ചെയ്യണ്ട കേട്ടോ. എനിക്കത്രേ പറയാനുള്ളൂ. ഒക്കെ ശരി തന്നെയാ. പക്ഷെ അമ്മയ്ക്ക് ക്യാഷ് എവിടെ നിന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആരോടൊക്കെയോ ചോദിച്ചു, പക്ഷെ എവിടെ നിന്നും കിട്ടിയില്ല. ഈ കാര്യം നിന്നെ വിളിച്ച് പറയാൻ മടി തോന്നിട്ടാ ഞാൻ വിളിക്കാത്ത. കടം വാങ്ങിച്ച എന്തിനാ മോളിനെ പഠിപ്പിക്കണമെന്ന് ചിലരൊക്കെ ചോദിച്ചെന്ന് അമ്മ എന്നോട് പറഞ്ഞു. ആരോടെങ്കിലും ചോദിച്ചോ എന്നുവരെ എനിക്ക് സംശയമാണ്. നാണക്കേട് സഹിച്ചു. പാവം എൻ്റെ അമ്മ. സാരല്ല, വിഷമിക്കണ്ട. അമ്മ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നീ സമാധാനിക്ക്. ഞാൻ പോട്ടെ എന്നോ. സാരമില്ല, 2 ദിവസം കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടാതിരിക്കില്ല. ക്ലാസ് അടുത്ത മാസമല്ലേ തുടങ്ങുള്ളൂ. അതിനുള്ളിൽ ക്യാഷ് അറേഞ്ച് ചെയ്താലും മതി. ഞാനും എന്തെങ്കിലും നോക്കാം. പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി നേടണം അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അവളുടെ അച്ഛൻ മരണപ്പെട്ട പിന്നെ ഒരു കുറവും വരാതെ ഞാൻ അവളെ വളർത്തിയത്. കൂലിപ്പണിയെടുത്തും പാല് വിറ്റും ഇവിടം വരെയൊക്കെ എത്തി. പക്ഷെ എന്താണെന്നറിയില്ല, അല്ലാത്തൊരു തടസ്സം പോലെയാ. ഒരു മാർഗമില്ലെങ്കിൽ ഞാൻ ഈ പശുവിനെ നന്ദിനി വിൽക്കും. ഇനി കടം ചോദിച്ച നാണം കടം വയ്യ. ഉപജീവനം കഷ്ടത്തിലാവുകയാണെങ്കിലും എൻ്റെ കുട്ടി പഠിക്കട്ടെ, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനാവട്ടെ. അത്രേ ഉള്ളൂ എനിക്ക്. പറഞ്ഞത് മുഴുവനുണ്ട്. ഇപ്പോൾ കച്ചവടം കുറവാണ് ചേച്ചി. എന്നാലും നിങ്ങളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ കാര്യങ്ങളും നടക്കണ്ടേ?
ആ മോള് വന്നോ? അമ്മേ, നന്ദിനി എവിടെ അമ്മേ? നീ വന്നു കയറിയതിലുള്ളൂ. ആദ്യം വല്ലതും കഴിക്ക്. ആ കാസറോളിൽ ഇടിയപ്പുണ്ട്, എടുത്ത് കഴിക്ക്. ഞാൻ ചോദിച്ചതിന് അമ്മ എന്താ ഒന്നും പറയാത്തെ? നന്ദിനി തൊഴുത്തിലില്ലല്ലോ. ഞാനതിനെ വിറ്റു മോളെ. നാളെ നിനക്ക് കോളേജിൽ ചേരണമെങ്കിൽ വേറെ നിവൃത്തിയില്ല. ചോദിച്ചവിടെ നിന്നൊന്നും പൈസ കിട്ടിയില്ല. എന്താ അമ്മേ ഇത്? ഒരു വാക്ക് പോലും എന്നോട് പറയാതെ. നന്ദിനിയെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് എനിക്ക് പഠിക്കണ്ട. കോളേജൊന്നും ഞാൻ പോണില്ല, എങ്ങും പോകുന്നില്ല. നീ സമ്മതിക്കില്ല എന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നു. നീ ഇങ്ങനെ വാശി പിടിച്ചാ ഞാനെന്താ ചെയ്യാ? നിന്നോട് പറയാനുള്ള ധൈര്യമില്ലാത്തോണ്ടാ. നീ വാ, വല്ലതും കഴിക്ക്. നീ ഇത് കണ്ട മോളെ, നമ്മുടെ മിൽമയുടെ ഇടിയപ്പം. ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റാ. 1 മിനിറ്റ് മതി ഇടിയപ്പം ഉണ്ടാക്കാൻ. ഇതെവിടുന്നാ? സൊസൈറ്റിന്നാ. ഇങ്ങനെ കുറെ ഇൻസ്റ്റന്റ് ഫുഡ് അവിടെ ഉണ്ട്. ഇത് ഉപ്മാവ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ സൊസൈറ്റിത്തെ സെക്രട്ടറി പറഞ്ഞ്. അമ്മ, ഇനി അമ്മ എങ്ങനെയാ സൊസൈറ്റിയിൽ പോവാ? പശുവിനെ വിറ്റു, പാലും ഇല്ല. ഇനി എങ്ങനെയാ സൊസൈറ്റിയിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കുക? മോളെ, നിന്റെ വിദ്യാഭ്യാസം ഓർത്താ ഞാൻ. നീ ഭക്ഷണം കഴിക്കൂട്ടി. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് പോയതല്ലേ. എനിക്കിപ്പോ ഒന്നും വേണ്ട, വിശപ്പില്ല. അമ്മേ, ആർക്കാ നന്ദിനിയെ കൊടുത്തേ? കച്ചവടക്കാരൻ ഭാസ്കരന്. പെട്ടെന്ന് പൈസ ഇടണമെങ്കിൽ അതല്ലേ വഴിയുള്ളൂ. അവരതിനെ എവിടെ കൊണ്ടുപോയോ ആവോ? പാവം, നമ്മളെ കാണാതാവുമ്പോ. ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എത്ര വലിച്ചിട്ടും അവള് പോയില്ല. തിരിഞ്ഞു നോക്കി കുറെ നിലവിളിച്ചു. രാത്രി കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കണ ശീലം അവള് കുട്ടിയാകുമ്പോൾ തൊട്ടേ ഉള്ളതാ. അവരെന്തേലും കൊടുക്കാവോ? ദൈവമേ, ഈശ്വര, വേറെ മാർക്കില്ലാഞ്ഞിട്ടാ. മിണ്ടാ പ്രാണിയാണെങ്കിലും അവളുടെ നോട്ടത്തിലുണ്ട് എല്ലാം. കഞ്ഞിവെള്ളം കൊടുത്തില്ലെങ്കിലും സാരമില്ല. മുമ്പൊരിക്കൽ ആ ബ്രോക്കർ ഇവിടെ നിന്ന് പറയണത് അമ്മ ശ്രദ്ധിച്ചില്ലേ? ചന്തയ്ക്ക് കൊണ്ടുപോയാൽ പിന്നെ വല്ല കശാപ്പുകാരുടെയും കയ്യിലായിരിക്കും പോയി പെടുക. ഒന്നും മിണ്ടാതിരി. എനിക്ക്
എനിക്കതൊന്നും ഓർക്കാനേ വയ്യ. ഏയ്, നന്ദിനി നല്ല ആരോഗ്യമുള്ള പശുവല്ലേ, അവളെ വല്ല വീട്ടുകാരും വളർത്താൻ വാങ്ങിക്കാണും. അമ്മേ, ആ കച്ചവടക്കാരനെ വിളിച്ച് നന്ദിനി തിരിച്ചു വാങ്ങ്. ആ പൈസ തിരിച്ചു കൊടുക്ക. എനിക്കിപ്പോ കോളേജും വേണ്ട, ഡിഗ്രിയും വേണ്ട. ഫീസ് കുറവുള്ള എവിടെയെങ്കിലും ഞാൻ കോഴ്സിന് ചേർന്നോളാം. നീ എന്താ മോളെ ഈ പറയണ? വിറ്റ് പോയില്ലേ, ഇനി എങ്ങനെ മടക്കി വാങ്ങിക്കുക? അതൊന്നും വേണ്ട. നീ പഠിച്ച് ജോലി കിട്ടിയ പണം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വാങ്ങാലോ പശുവിനെ. വാങ്ങാം, പണം ഉണ്ടെങ്കിൽ എത്ര പശുവിനെ വേണമെങ്കിലും വാങ്ങാം. പക്ഷെ നമുക്ക് നമ്മുടെ നന്ദിനെ വാങ്ങാൻ പറ്റുമോ? നന്ദിനിയെ വിറ്റതിൽ പിന്നെ അവർ രണ്ടുപേരും വലിയ വിഷമത്തില്ല. ഓ അവരുടെ വലിയൊരു പാഷനായിരുന്നു അവരുടെ നന്ദിനി. ആ പിന്നെ ഒരു ഇൻകവും. ഇനി പഠിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് ഇന്നലെ അവൾ ഒരുപാട് കരഞ്ഞു. ഓ അത് ശരി. ഇന്ന് മോർണിംഗ് ഞാൻ അവളെ വിളിച്ചിട്ട് അവൾ കോൾ എടുത്തില്ല. ഓക്കെ. വല്ലാത്തൊരവസ്ഥയിലാ ആ ആൻറ്റി മോളും. ഓഹോ. സൊസൈറ്റി പ്രസിഡന്റ് നിലയിൽ അങ്കിള് വിചാരിച്ചാ ഇത് പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത്. അവരെന്നോടൊന്നും പറഞ്ഞില്ല അന്നേ. പറയാതിരുന്നത് ഒരു പക്ഷേ പറയാനുള്ള മടി കൊണ്ടാവും. അവളുടെ അച്ഛൻ ആക്സിഡന്റിൽ മരിച്ചപ്പോൾ കിട്ടിയ ക്യാഷ് കൊണ്ടാ അവർ നന്ദിനിയെ വാങ്ങിയത്. ഇപ്പം അവരുടെ കയ്യിൽ ഒന്നുമില്ലാന്ന് ആ ആൻറ്റി പറഞ്ഞു കേട്ടപ്പോൾ എങ്ങനെയാ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ. ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ. ചേച്ചി, പശുവിനെ വിറ്റു എന്നറിഞ്ഞു. മോളുടെ ഫ്രണ്ട് അമൃത എന്നെ കണ്ടിരുന്നു. പൈസ വെച്ചോടൊന്നും കിട്ടിയില്ല. തീരെ മനസ്സോടെയാ പശുവിന് കൊടുത്ത്. സാരമില്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. പാലിൽ നിന്നുള്ള വരുമാനം നിന്നൂന്നറിയാം. വീട്ടു ചിലവുകളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയതാ. സമാധാനിക്കും, എല്ലാം ശരിയാകും കേട്ടോ. ശരി. ഓക്കെ. ശരി എന്നാ. ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി. നമസ്കാരം. ഇത് സുധീഷ്, സിത്താര പഠിക്കാൻ പോകുന്ന കോളേജിലെ സ്റ്റാഫാണ്. തൊട്ടിരിക്കുക. വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാ. ഞാൻ മോളെ വിളിക്കാം. മോളെ ആ, ദാ ഇപ്പൊ വരുന്നു. ഇതാ മോള്. സന്ദീപൻ്റെ ഫ്രണ്ട് മാത്രമല്ല, ഞങ്ങൾ കോളേജ് മേറ്റ് കൂടിയാണ്. അപ്പോൾ സിത്താരയുടെ എല്ലാ കാര്യങ്ങളും സന്ദീപ് എന്നോട് പറഞ്ഞു. സിത്താരയോട് കോളേജിൻ്റെ അഡ്മിഷൻ കാര്യം മാനേജ്മെൻറ്റുമായി സംസാരിച്ചിരുന്നു. ഫീസ് തൽക്കാലം വേണ്ട എന്നാണ് മാനേജ്മെൻറ്റ് തീരുമാനം. സിത്താരയെ ഇക്കാര്യം നേരിട്ട് അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. സിത്താര നാളെ തന്നെ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു തൊഴുത്തും 2-3 കറവ പശു. അതെ അതെ. അടുത്തുള്ള സൊസൈറ്റിയിലാണ് ഞങ്ങൾ പാല് കൊടുത്തോണ്ട്. അതൊക്കെ ഒരു കാലം. ഒരു പശു ഉണ്ടായിരുന്നുള്ളൂ സാർ. അത് അവൾക്ക് കോളേജിൽ ചേരാൻ വേണ്ടി വിറ്റു. പറഞ്ഞു. ബാക്കിയെല്ലാം പ്രസിഡന്റ് പറയും. ഓക്കെ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഓക്കെ. ഓക്കെ. പ്രസിഡന്റ് ഒരു ചായ കുടിച്ചിട്ട് വാ മോളെ. ചേച്ചി ചേച്ചി നിൽക്ക്, നമുക്ക് മറ്റൊരു അതിഥി കൂടി വരാനുണ്ട്. നമുക്ക് അവരെ കൂടെ സ്വീകരിക്കാം. ദാ നന്ദിനി.
കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ മോള് ഓ, എന്താ ഭാസ്കര, നിങ്ങൾ ആർക്കും കൊണ്ട് കൊടുത്തില്ലേ? അപ്പോ എന്ത് പറയാനാ ചേച്ചി? പ്രസിഡന്റ് സാറ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെയാ വിൽക്കുക? എന്നാലും പ്രസിഡന്റ്, ഞാൻ എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ഏയ് അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാ ഞാൻ പൈസ എടുത്തിട്ട് വരാം. ഇതാ പ്രസിഡന്റ്, മുഴുവൻ പൈസയുണ്ട്. അത് ഭാസ്കറിന് കൊടുത്തോളൂ. ആ, വാ കയറുതാ. ആ, ഞങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റ് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ഏയ് ഇതിലൊക്കെ എന്ത് കഷ്ടപ്പാട് ചേച്ചി. മോളുടെ ഫ്രണ്ട് അമൃത എന്നോട് ഈ വിവരം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരു പാൽ സൊസൈറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ അത് വല്ലാതെ ഹേർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി ഒരു ശ്രമം നടത്താം. നമ്മുടെ ക്ഷീരവികസന വകുപ്പിന്റെയും മിൽമയുടെയും വിവിധ ധനസഹായ പദ്ധതികളുണ്ട് പശുക്കളെ വാങ്ങുന്നതിന്. 60,000 രൂപ വില വരുന്ന 10 ലിറ്റർ കറവയുള്ള ഒരു പശുവിനെ വാങ്ങുമ്പോൾ ക്ഷീരവികസന വകുപ്പിന്റെ MSDP പദ്ധതിയിലൂടെ 30,000 രൂപ സബ്സിഡി കിട്ടുന്നേ. മിൽമയുടെ പലിശരഹിത വായ്പ, ത്രിതല പഞ്ചായത്തുകളുടെ റിവോൾവിംഗ് ഫണ്ടുകൾ, അങ്ങനെ ഒരുപാട് പദ്ധതികളും സഹായങ്ങളുമുണ്ട്. അവയെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ വീട്ടിൽ ഒരുപാട് പശുക്കളെ, ഒരുപാട് നന്ദിനിമാരെ വളർത്താം. ഒരു ക്ഷീര കർഷക എന്ന നിലയിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ സ്വയം പര്യാപ്തയാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോ എല്ലാവരും ഹാപ്പി അല്ലേ? എന്നാ പിന്നെ നമുക്കൊരു പോസ് ചെയ്യൂ, ഫോട്ടോ എടുക്കട്ടെ. ദേ അമൃത, ആ വാ. എന്നാ പിന്നെ നിക്ക്, നമുക്കൊരു ഫോട്ടോ എടുക്കാന്നേ. ആ ഒന്ന് ചേർന്നോ? ആ നിക്ക്. ആ അങ്ങനെ തന്നെ. ഓക്കെ, റെഡി? പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന ക്ഷീര കർഷകരെ, അവരുടെ ക്ഷേമത്തെ നാം കരുതുക തന്നെ വേണം.